പ്ലാച്ചിക്കാവ് ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഉജ്ജ്വലൻ സ്വന്തമായി ഒരു ലൈബ്രറി നടത്തുകയും കുടുംബസ്വത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു യുവപ്രായം പിന്നിട്ട വ്യക്തിയായിരുന്നു. ചെറിയ മോഷണങ്ങളും വസ്തുക്കൾ കാണാതാകുന്ന കേസുകളും പരിഹരിക്കുന്നതിൽ ഗ്രാമവാസികൾ അവനെ ആശ്രയിച്ചിരുന്നു. കുറ്റാന്വേഷണ നോവലുകളുടെയും ക്രൈം ത്രില്ലർ സിനിമകളുടെയും വലിയ വായനക്കാരനായിരുന്നിട്ടും കൊക്കാച്ചിയെ തേടി കാട്ടിൽ പോയപ്പോൾ കസിൻദാസിനെ നഷ്ടപ്പെട്ട കുട്ടിക്കാലത്തെ ദുരനുഭവം കാരണം ഉജ്ജ്വലന് ഇരുട്ടിനെ ഭയമായിരുന്നു. ഒരു ദിവസം പ്ലാച്ചിക്കാവ് ഗ്രാമം ഒരു ഞെട്ടിക്കുന്ന കൊലപാതക വാർത്ത കേട്ടുണർന്നു. സ്കൂൾ പ്രിൻസിപ്പൽ അശോകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഉജ്ജ്വലന്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ SI സച്ചിൻ ഒരു ചെറിയ കള്ളനായ അന്തിക്കുരുടനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്കകം സമാനമായ മറ്റൊരു കൊലപാതകം കൂടി നടന്നപ്പോൾ കൊലയാളി മറ്റൊരാളാണെന്ന് ഉജ്ജ്വലന് ബോധ്യമായി. കൊലപാതകങ്ങൾ അന്വേഷിക്കാനായി CI ശംഭു മഹാദേവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം പ്ലാച്ചിക്കാവിലെത്തി. തുടക്കത്തിൽ ശംഭുവിനോട് അസൂയ പുലർത്തിയിരുന്ന ഉജ്ജ്വലൻ പിന്നീട് ശംഭുവാണ് കൊലയാളി എന്ന സംശയത്തിലേക്ക് എത്തിച്ചേർന്നു. ഗ്രാമത്തിൽ മറ്റൊരു കൊലപാതകം കൂടി നടന്നപ്പോൾ ഉജ്ജ്വലൻ പരസ്യമായി തന്റെ സംശയങ്ങൾ പ്രഖ്യാപിച്ചു. ഇതിൽ അസ്വസ്ഥനായ ശംഭു കാര്യങ്ങളെ മറ്റൊരു കോണിൽ അവതരിപ്പിച്ചു. തൽഫലമായി ഗ്രാമവാസികളുടെ കണ്ണിൽ ഉജ്ജ്വലന്റെ പിതാവ് നാരായണൻകുട്ടിക്ക് നേരെ സംശയത്തിന്റെ നിഴൽ വീണു. ഇതിനിടെ അന്തിക്കുരുടൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. താൻ നിരപരാധിയാണെന്നും എന്നാൽ ഒരു കൊലപാതകത്തിന് സാക്ഷിയാണെന്നും അന്തിക്കുരുടൻ പിന്നീട് ഉജ്ജ്വലനെ അറിയിച്ചു. നാരായണൻകുട്ടിയുടെ അഭ്യർത്ഥനയും ഗ്രാമത്തെ രക്ഷിക്കാനുള്ള ദൃഢനിശ്ചയവും കാരണം ഉജ്ജ്വലൻ തന്റെ സുഹൃത്തുക്കളായ കൊറിയൻ കുര്യൻ, അന്തിക്കുരുടൻ, സച്ചിൻ, നാരായണൻകുട്ടി എന്നിവരുൾപ്പെട്ട സംഘവുമായി കൊലയാളിയെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ചു. ഉജ്ജ്വലന്റെ നിർദ്ദേശപ്രകാരം സച്ചിൻ ശംഭുവിനോട് എല്ലാ വഴികളിലും രാത്രികാലങ്ങളിൽ തുടർച്ചയായ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഏതാനും ദിവസത്തേക്ക് ഗ്രാമത്തിൽ സമാധാനം നിലനിന്നു. എന്നാൽ അധികം വൈകാതെ അടുത്ത കൊലപാതകം നടന്നു. രാത്രി പട്രോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അജയനായിരുന്നു ഇര. ഗ്രാമം വീണ്ടും ഭയത്തിൽ മുങ്ങി. ഒരു ആഴ്ചയ്ക്കുള്ളിൽ കേസ് തെളിയിച്ചില്ലെങ്കിൽ സ്ഥലം വിടേണ്ടിവരുമെന്ന് ശംഭുവിന് മേലുദ്യോഗസ്ഥൻ അന്ത്യശാസനം നൽകി. രാത്രി പട്രോളിംഗ് നിർദ്ദേശിച്ചത് താനായിരുന്നതുകൊണ്ട് പോലീസുകാരന്റെ മരണത്തിന് തനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മനസ്സിലാക്കിയ ഉജ്ജ്വലൻ ശംഭുവിനെ സമീപിക്കുകയും താൻ തെറ്റിദ്ധരിച്ചതിന് മാപ്പ് പറയുകയും ചെയ്തു. കൊലയാളിയെ പിടികൂടാനായി ഒരു വ്യാജ കൊലപാതകം ആസൂത്രണം ചെയ്ത് അവന്റെ അഹന്തയെ പ്രകോപിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും അവൻ നിർദ്ദേശിച്ചു. ഈ ശ്രമം വിജയിക്കുകയും കൊലയാളി പിടിയിലാവുകയും ചെയ്തു. പ്ലാച്ചിക്കാവ് വിഷൻ എന്ന പ്രാദേശിക ചാനലിലെ റിപ്പോർട്ടറായ ജോമോനായിരുന്നു അത്. തന്റെ വേദനാജനകമായ ബാല്യം എങ്ങനെ തന്നെ ഒരു സൈക്കോപാത്താക്കി മാറ്റിയെന്നവൻ വിവരിച്ചു. എന്നാൽ ഉജ്ജ്വലനൊഴികെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ജോമോൻ പോലീസ് കസ്റ്റഡിയിലിരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിലെ മതിലിൽ ഒരു എഴുത്ത് പ്രത്യക്ഷപ്പെട്ടു. രാത്രി 10 മണിക്കു മുൻപ് ജോമോനെ വിട്ടില്ലെങ്കിൽ ഗ്രാമത്തിൽ കൂടുതൽ കൊലപാതകങ്ങൾ നടക്കും. കൊലയാളി ഒറ്റക്കല്ല, രണ്ടാണെന്ന് ഉജ്ജ്വലൻ ശംഭുവിനോട് പറഞ്ഞു. പിടിക്കപ്പെട്ട ആൾ ഇടതുകൈയ്യനാണെന്നും എന്നാൽ ജോമോൻ വലതുകൈയ്യനാണെന്നും നിരീക്ഷിച്ചാണ് ഉജ്ജ്വലൻ ഈ നിഗമനത്തിലെത്തിയത്. ഉജ്ജ്വലനും ശംഭുവും സംഘവും ഒറ്റപ്പെട്ട ഒരു വീട് തിരഞ്ഞെടുത്ത് രണ്ടാമത്തെ കൊലയാളിയെ പിടികൂടാനായി ഒരു കെണിയൊരുക്കി. രണ്ടാമത്തെ കൊലയാളി ആ വീട്ടിലെത്തിയപ്പോൾ ശംഭു അവനുമായി പോരാടി കീഴടക്കി. രണ്ടാമത്തെ കൊലയാളി യഥാർത്ഥത്തിൽ ജോമോൻ തന്നെയായിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നത് ജോമോന്റെ ഇരട്ട സഹോദരനായിരുന്നു. ഇരുവരും സമാനമായ ബാല്യകാല ദുരിതങ്ങളിലൂടെ കടന്നുപോയവരാണ്. തങ്ങളെ ഉപദ്രവിച്ചിരുന്ന അച്ഛനെ കൊല്ലാൻ സഹായിച്ച ഒരു അധ്യാപികയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ സൈക്കോപാത്തുകളായി മാറി. 2 കൊലയാളികളെയും പിടികൂടിയതോടെ പ്ലാച്ചിക്കാവിലേക്ക് സമാധാനം തിരികെയെത്തി. എന്നാൽ ആളുകൾ എല്ലാത്തിനെയും സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഗ്രാമത്തിന്റെ പഴയ അന്തരീക്ഷം എന്നേക്കുമായി മാറി. ഉജ്ജ്വലൻ തന്റെ ലൈബ്രറിയുടെ പേര് ഡിറ്റക്റ്റീവ് കൺസൾട്ടൻസി എന്ന് പുനർനാമകരണം ചെയ്തു. ഗ്രാമത്തിൽ ഒരു പുതിയ കുറ്റകൃത്യത്തെക്കുറിച്ച് പറയാൻ ഒരു കൊച്ചുകുട്ടി ഉജ്ജ്വലന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നതോടെയാണ് ചിത്രം അവസാനിക്കുന്നത്.